ഇപ്പോൾ കൂടുതലും ട്രാവൽ ബ്ലോഗേഴ്സിനെയൊക്കെ കാണാറുണ്ട്. കുറഞ്ഞ ബഡ്ജറ്റിൽ നിരവധി രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തുന്ന ട്രാവൽ ബ്ലോഗേഴ്സ്. ചില ബ്ലോഗേഴ്സാണെങ്കിൽ സൈക്കിൾ വരെ യാത്രകൾ നടത്തുന്നത് നമുക്ക് അതിശയം തോന്നും. ചിലവർ നടന്നു പോകുന്നവരുണ്ട്. പക്ഷെ കുറഞ്ഞ ബഡ്ജറ്റിൽ സാധാരണക്കാരായ വ്യക്തികളാണ് ഇത്തരത്തിലുള്ള ട്രാവലിംഗ് ചെയ്യുന്നത്. പിന്നെ അവർ അത് വ്ളോഗിലേക്ക്, ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഒരു അതിപ്രസരണം കാരണം അതൊരു വ്ളോഗിങ്ങിലേക്ക് മാറി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കൂടുതൽ രാജ്യങ്ങളിലേക്ക് പോകുന്നതാണ് കാണുന്നത്. സിംഗിളായിട്ടും ഒരു ഗ്രൂപ്പായിട്ടും ഒക്കെയുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള വ്ളോഗിങ് ഒക്കെ ചെയ്ത് ട്രാവൽ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണാം. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന, യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ എന്നും ഈ ലോകത്തുണ്ട്, എപ്പോഴും ഉണ്ടെന്നുള്ളത്. യാത്രകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും മനുഷ്യനെ കുറച്ചുകൂടി അറിവും ജ്ഞാനവും ഒക്കെ മാത്രമല്ല, മനുഷ്യൻ്റെ മനസ്സിന് ശാന്തി, സമാധാനം, സന്തോഷം ഒക്കെ പകരുന്നതാണ് ഈ യാത്രകൾ. യാത്രകൾ ഇഷ്ടമല്ലാത്തത് ആരാണ് അല്ലേ? പലരും വിചാരിക്കും അയ്യോ അത് സാധിക്കില്ല എന്ന് കരുതി. പക്ഷേ ഇന്നിപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള ട്രാവലിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ സോഷ്യൽ മീഡിയ ലോ ബഡ്ജറ്റിംഗ് ഒക്കെ ഇടുമ്പോൾ കൂടുതൽ ആൾക്കാരാണ്, പ്രത്യേകിച്ച് യുവതലമുറയാണ് ഈ ഒരു ട്രാവലിങ്ങിലേക്ക് പോകുന്നത് രാജ്യങ്ങൾ കാണാൻ. അത് ഈ പറഞ്ഞതുപോലെ കുറച്ച് ഇപ്പം ഇന്ത്യക്ക് അകത്താണെങ്കിൽ നടന്നും സൈക്കിളിലും ബൈക്കിലും ബുള്ളറ്റിലൊക്കെ പോകുന്നവരുണ്ട്. മാത്രമല്ല ഫാമിലി ആണെങ്കിൽ കാറ് തന്നെ അവരുടെ ഒരു വീടാക്കി മാറ്റിക്കൊണ്ട് ചെറിയൊരു ഹോംലി ട്രിപ്പൊക്കെ ഇത്തരത്തിലുള്ള യാത്രകൾ പോകുന്നവരുണ്ട്. ചിലർ കാറിൽ തന്നെ ലോകം ചുറ്റുന്നവരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ 1957 കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഇംഗ്ലണ്ടിൽ നിന്നും കൊൽക്കത്തയിലേക്ക് ഒരു ബസ് സർവീസ് ഇത്തരത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ? എന്നാൽ അങ്ങനെ ഉണ്ടായിരുന്നു 1957 കാലഘട്ടത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഒരുപക്ഷെ ബസ്സൊക്കെ കണ്ടുപിടിച്ച് വാഹനങ്ങളുടെയൊക്കെ ഒരു വലിയ ഇതൊന്നുമില്ല. ബസ്സുകളൊക്കെ എന്ന് വെച്ചാൽ അപൂർവമായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റൂ, കാറൊന്നും കാണാനേ പറ്റത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നിന്നും കൊൽക്കത്തയിലേക്ക് ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു: ബെൽജിയം, പശ്ചിമ ജർമ്മനി, ഓസ്ട്രിയ, യൂഗോസ്ലോവിയ, ബൾഗേറിയ, ടർക്കി, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ വഴി പശ്ചിമ പാകിസ്ഥാൻ എത്തി പിന്നെ ഇന്ത്യയിലേക്ക് എത്തുന്നു. ഈ റൂട്ടായിരുന്നു അന്നത്തെ ഈ ഒരു ബസ് റൂട്ട് എന്ന് പറയുന്നത്. 1957 ഈ സർവീസ് ആരംഭിച്ചത്. ആൽബർട്ട് ട്രാവൽ എന്ന കമ്പനിയാണ് ഈ ബസ് സർവീസ് നടത്തിയിരുന്നത്. 1957 ഏപ്രിൽ 15 ആദ്യത്തെ കന്നിയാത്ര, അതായത് ലണ്ടനിൽ നിന്നും ആരംഭിച്ചത്. ജൂൺ മാസം 5 അതായത് ഏകദേശം 50 ദിവസം കഴിഞ്ഞാണ് ഇത് കൊൽക്കത്തയിൽ അവസാനിച്ചത്. അതായത് 50 ദിവസം നീണ്ടു നിന്ന യാത്ര. പക്ഷെ അത് അത്ര ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ രാജ്യങ്ങളിലൊക്കെ ഈ ഇടയ്ക്കുള്ള ഈ ബൾഗേറിയ, ടർക്കി, ഇറാൻ ഇവിടൊക്കെ ഇറങ്ങി പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഇതിനകത്തുള്ളവരെ കാണിച്ചിട്ടൊക്കെയാണ് അവർ പലയിടത്തും തങ്ങിയിട്ടാണ് അവർ ഈ കൊൽക്കത്തയിൽ എത്തിച്ചേർന്നത്. ജൂൺ മാസം 5 ആദ്യ സർവീസ് കൊൽക്കത്തയിൽ എത്തുന്നത്. ഈ സമയത്ത് ബസ് സഞ്ചരിച്ച റൂട്ടിലെ രാജ്യങ്ങൾ ഇവയെല്ലാമാണ്: ഇംഗ്ലണ്ടിൽ നിന്നും ബെൽജിയം, അവിടെ നിന്നും പശ്ചിമ ജർമ്മനി, ഓസ്ട്രിയ, യൂഗോസ്ലോവിയ, ബൾഗേറിയ, ടർക്കി, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പശ്ചിമ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക്. ഇതായിരുന്നു ആ റൂട്ട്. ഈ കൃത്യമായിട്ടുള്ള റൂട്ടും വിവരങ്ങളൊക്കെ ഈ ബസ്സിനകത്ത് തന്നെ ഹാങ് ചെയ്തിട്ടേക്കും. അന്നൊക്കെ ഈ പറഞ്ഞോണം TV അങ്ങനെയുള്ള വലിയ സംവിധാനങ്ങളൊന്നും ഈ ബസ്സിലില്ലെങ്കിലും എന്നാൽ അത്യാവശ്യം ആഡംബരമുള്ള ഒരു ബസ് തന്നെയായിരുന്നു. ഇന്ത്യയിൽ കടന്നതിന് ശേഷം ന്യൂഡൽഹി, ആഗ്ര, അലഹബാദ്, ബനാറസ് വഴിയാണ് ഒടുവിൽ കൽക്കട്ടയിൽ എത്തുന്നത്. ബസ് സർവീസിനെ പറ്റിയുള്ള ബ്രൗഷറും ബസ്സിൽ വയ്ക്കാനുള്ള സംവിധാനങ്ങൾ, ഓരോരുത്തർക്കും പ്രത്യേക സ്ലീപ്പിംഗ് ബങ്കുകൾ, പാട്ടുകൾ കേൾക്കാനുള്ള സംവിധാനം, ഹീറ്ററുകൾ എന്നിവയായിരുന്നു അന്നത്തെ ഈ ആഡംബര ബസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഒട്ടും മോശമൊന്നുമല്ല. പാട്ടുകൾ കേൾക്കാനുള്ള സൗകര്യമുണ്ട്, അവർക്ക് കിടക്കാനുള്ള സ്ലീപ്പിംഗ് ബങ്കുകളുണ്ട്, മാത്രമല്ല ഹീറ്ററുകളും, മാത്രമല്ല വായിക്കാനുള്ള പുസ്തകങ്ങളും ഒക്കെ ഈ ബസ്സിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, സജ്ജീകരിച്ചിരുന്നു എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്നത്. 1957 അത് ഞാൻ ഒന്നും കൂടെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വെറും ഒരു യാത്ര എന്നതിലുപരി ഒരു ടൂർ പോലെയാണ് ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ഇപ്പം ലണ്ടൻ ടു കൊൽക്കത്ത എന്നുള്ള ഒരു യാത്രയിലപ്പുറം അവരൊരു ഒരു ട്രിപ്പായിട്ടാണ്, അതായത് ഇതിനിടയ്ക്കുള്ള പ്രധാനപ്പെട്ട ഇപ്പോൾ താജ്മഹൽ ഒക്കെ അതുവഴിയൊക്കെയാണ് വന്നത്. അപ്പം ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, രാജ്യങ്ങളിലെ സ്ഥലങ്ങളും ഒക്കെ കണ്ടാണ് ഇവർ ഈ യാത്ര പ്ലാൻ ചെയ്തത്. ബനാറസിലും താജ്മഹലിലും അടക്കം വഴിയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സമയം ചെലവഴിക്കാനും യാത്രയിൽ സമയമുണ്ടായിരുന്നു. ടെഹ്റാൻ, സാൽസ്ബർഗ്, കാബൂൾ, ഇസ്താൻബുൾ, വിയന്ന തുടങ്ങിയ നഗരങ്ങളിൽ ഷോപ്പിങ്ങിനായും ഇവർ സമയം കണ്ടെത്തിയിരുന്നു. ഇത്രയും വിശാലമായ ദിവസങ്ങൾ പിടിക്കുന്ന യാത്രയ്ക്ക് 85 പൗണ്ട്, അതായത് ഇന്നത്തെ കാലത്തെ
രൂപ. അപ്പോൾ അന്നത്തെ കാലത്ത് 10-15 ലക്ഷം രൂപയായിരിക്കാം. ഇപ്പം 8,000 രൂപ ഇന്നത്തെ കാലത്ത്, അന്നത്തെ 8,000 രൂപയെന്ന് പറയുന്നത് അത്രയും ലക്ഷങ്ങൾ ചിലവഴിക്കുന്നത് തന്നെയാണ്. ഭക്ഷണം, യാത്ര, താമസം എന്നിവയെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. സർവീസ് യോഗ്യമല്ലാതായി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന വിവരങ്ങളൊക്കെ. മാത്രമല്ല, പിന്നീട് ഈ സർവീസ് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ അവർ സാധിക്കാത്ത രീതിയിലായി. കാരണം ആൻഡി സ്റ്റുവർട്ട് എന്ന ബ്രിട്ടീഷ് സഞ്ചാരി പിന്നീട് അത് വാങ്ങിക്കുകയായിരുന്നു. അദ്ദേഹം ഇത് കുറച്ചാൾ ഈ ബസ് ഗ്യാരേജിൽ കയറ്റിയിട്ട് ഒരു മൊബൈൽ ഹോമാക്കി പണിയുകയായിരുന്നു. അതായത് ഈ മൊബൈൽ ഹോം മീൻസ് ഈ ബസ്സിൻ്റെ അടുത്തൊരു പ്രയാണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് തുടക്കം കുറിച്ചത്. അതായത് ഇതൊരു ഡബിൾ ഡെക്കർ ബസ്സാക്കി. അതായത് മറ്റേ സിംഗിൾ ഇതായിരുന്നു, പിന്നീട് അതൊരു ഡബിൾ ഡെക്കർ കുറച്ചുകൂടി വിപുലീകരിച്ച് ഡബിൾ ഡെക്കർ ബസ്സാക്കി പുതുക്കി പണിയുകയായിരുന്നു ഈ ഇദ്ദേഹം ചെയ്തത്. ഇതിന് ആൽബർട്ട് എന്നാണ് പേര് നൽകിയത്. തുടർന്ന് 1968 ഒക്ടോബർ 8 സിഡ്നിയിൽ നിന്ന് ഇന്ത്യ വഴി ലണ്ടനിലേക്ക് ഈ ബസ് വീണ്ടും യാത്ര ചെയ്ത്. അതായത് സിഡ്നിയിൽ നിന്നും ഇന്ത്യ വഴി ലണ്ടനിലേക്ക്. ഇങ്ങനെയാണ് പിന്നീടുള്ള യാത്ര. 132ഓളം ദിവസങ്ങളെടുത്താണ് ഈ ബസ് അവസാനം ലണ്ടനിൽ എത്തിച്ചേർന്നത്. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ എന്നിവിടങ്ങൾ കേന്ദ്രമാക്കി ആൽബർട്ട് ടൂർസ് എന്ന പേരിൽ കമ്പനി തുടങ്ങുകയും ലണ്ടൻ, കൊൽക്കത്ത, സിഡ്നി തുടങ്ങിയ റൂട്ടുകളാണ് പിന്നീട് സർവീസ്. അതായത് ലണ്ടൻ ടു കൊൽക്കത്ത ടു പിന്നെ വീണ്ടും ലണ്ടൻ, എന്നിട്ട് ലണ്ടൻ, കൊൽക്കത്ത, സിഡ്നി ഇങ്ങനെ ഉള്ള ഈ റൂട്ടുകളിലാണ് പിന്നീട് ഈ ബസ് സർവീസ് ആരംഭിച്ചത്. ലണ്ടനിൽ നിന്നും പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് എത്തുന്ന ബസ് കൽക്കട്ടയിൽ നിന്ന് ബർമ, തായ്ലാൻഡ്, മലേഷ്യ വഴി സിംഗപ്പൂരിലും അവിടെ നിന്ന് ഓസ്ട്രേലിയയിലെ പെർത്തിലേക്ക് കപ്പൽ മാർഗം എത്തിച്ചേരുകയും അവിടെ നിന്ന് റോഡ് മാർഗം സിഡ്നിയിലേക്ക് പോകുകയായിരുന്നു ചെയ്തത്. ഇതായിരുന്നു ആ റൂട്ടിൻ്റെ ക്ലിയർ വിവരം എന്ന് പറയുന്നത്. അന്നത് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 145 പൗണ്ടായിരുന്നു. ഏതായാലും ഇറാനിലെ ഈ ഒരു പ്രശ്നങ്ങളും പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നീട് ആ ഒരു യാത്രയൊക്കെ ഈ ബസ് സർവീസ് യാത്ര വളരെ ബുദ്ധിമുട്ടൊക്കെ ആവുകയും ആ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിനെ തുടർന്ന് വളരെ അപകട സാധ്യതകളൊക്കെ വർദ്ധിച്ചതുകൊണ്ട് ഈ യാത്രയ്ക്ക് ഒരു തടസ്സമായി മാറി. അങ്ങനെ 1976 ഈ ബസ് സർവീസ് അവസാനിപ്പിക്കുകയായിരുന്നു. അന്ന് ബസ്സിൽ മാത്രമല്ല കാറിലും വാനിലും ക്യാമ്പറുകളിലുമൊക്കെ പടിഞ്ഞാറൻ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ചില ഹോളിവുഡ് റൂട്ട് മൂവീസിലും ഹിപ്പി റൂട്ട് എന്ന് അറിയപ്പെട്ടിരുന്ന ഈ യാത്രകളെ പശ്ചാത്തലമാക്കിയിട്ടുണ്ട്. സർവീസ് എന്നത്തേക്കും അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, അതായത് ഏകദേശം 15ഓളം ട്രിപ്പുകളാണ് ഈ ആൽബർട്ട് ടൂർസ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ പറയുന്നു ട്രാവലിംഗ് ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്നവർ, ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നവരൊക്കെ പറയുമ്പോൾ അന്നത്തെ ചില പരിമിത സാങ്കേതിക ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ അന്ന് ഇത്തരത്തിലുള്ള യാത്രകൾ ചെയ്തിരുന്നത്. അതുകൊണ്ടാണല്ലോ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ നമ്മുടെ രാജ്യത്തെത്തിയത്. നമ്മുടെ രാജ്യത്തുള്ളവർ അങ്ങോട്ടൊക്കെ പോയതും കപ്പൽ മാർഗമായിരുന്നു. പിന്നീട് ഈ ബസ്സൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ആ ഒരു കാലഘട്ടത്തിൽ യാത്രകൾ ഇത്തരത്തിൽ കാറുകളിലൊക്കെ യാത്രകൾ ചെയ്യുന്നു. എത്രയോ കിലോമീറ്ററുകൾ കാറുകളിൽ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ ഇന്നൊക്കെ നമുക്കത് അന്നത്തെ കാലത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു അതിശയമായിട്ട് തോന്നും. യാത്രകൾ ഒരിക്കലും ഒരിടത്തും അവസാനിപ്പിക്കുന്നില്ല. കാരണം യാത്രകൾ എപ്പോഴും മനുഷ്യന് ഇഷ്ടപ്പെടുന്നത്, അത് മനുഷ്യന് കൂടുതൽ അറിവ് ഒക്കെ നമുക്ക് പകരുന്നതാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സഫാരി ടി വി സഞ്ചാരം പ്രോഗ്രാമാണ് ആദ്യം യാത്രകളെ ഇഷ്ടപ്പെടാൻ, ഒരുപക്ഷെ കേരളീയർക്ക് യാത്രകളെ ഇഷ്ടപ്പെടാൻ പഠിപ്പിച്ച ഒരു പ്രോഗ്രാം സഞ്ചാരമാണ്. വളരെ ഇതായിട്ടാണ് നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം പോകുന്നതും ഒക്കെ നമ്മൾ വളരെ ഇതായിട്ടാണ് അദ്ദേഹം ഈ യാത്രയിലൊക്കെ വിവരണങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധയോടെ കേട്ട്. ഇന്നും നമുക്ക് അതിശയിപ്പിക്കുന്ന പല വഴികളിലൂടെ അദ്ദേഹത്തിൻ്റെ യാത്രകൾ നമ്മൾ ഭയങ്കര ആശ്ചര്യത്തോടാണ് കാണുക. അപ്പം നമുക്കും പോകാൻ പറ്റും. നിരവധി വ്ളോഗേഴ്സ് ഇത്തരത്തിലുള്ള ഒറ്റയ്ക്കൊക്കെ, ഒരു പെൺകുട്ടി നമുക്കറിയാം അരുണിമയോ എന്തോ, ആ പെൺകുട്ടിയൊക്കെ ഒറ്റയ്ക്കാണ് യാത്രകൾ ചെയ്യുന്നതിൻ്റെ വ്ളോഗിങ് ഒക്കെ ഇടുമ്പോൾ നമുക്കും തോന്നിയോ ഒന്ന് പോയിരുന്നെങ്കിൽ സാധിക്കാവുന്നതാണ്. നമുക്കറിയാം ഒരു കപ്പിൾസ് പ്രായം ചെന്ന ഒരു അച്ഛനും അമ്മയും ചായക്കട നടത്തിയിരുന്നേ, അവർക്ക് ഒരു കൂട്ടി വെച്ചു ഈ ലോകരാജ്യങ്ങൾ മൊത്തം അവർ കറങ്ങി എന്നുള്ളതാണ്.
അപ്പോൾ എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ ഓരോ ബഡ്ജറ്റ് അനുസരിച്ച് നീക്കി മാറ്റി വെച്ച് പിന്നെ നാളെപ്പാ എന്നൊക്കെ ഉള്ളൊരു ഇതിലേക്കൊക്കെ മാറി വരുമ്പോൾ എന്താണ് നമ്മുടെ യാത്രകൾ പലതും മുടങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇതൊക്കെയല്ലേ ജീവിതത്തിൽ നമ്മളൊക്കെ നേടാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും യാത്രകൾ ചെയ്യുക. അപ്പോൾ ഇതൊരു എന്താ 1957 കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒരു ചെറിയൊരു വാർത്ത കിട്ടി. അപ്പോൾ അത് നിങ്ങളിലേക്കും എത്തിക്കാൻ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്തത്. ഏതായാലും യാത്രകൾ ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ. എല്ലാവരും യാത്രകൾ തുടരൂ എന്ന് തന്നെ ആശംസിക്കുന്നു.